ഹലോ ഗൈസ്, ഇത് നമ്മുടെ തോട്ടാണ്. ഇത് പേരക്ക, മലേഷ്യൻ പേരക്ക ആണ്. സോ പെട്ടെന്ന് തന്നെ കഴിക്കുന്നത്. ഇത് അതുപോലെ തന്നെ പേരക്ക, അടക്കച്ചെടി. ഇത് ഓറഞ്ചാണ്. ഇതിന് നമ്മൾ വെയിലിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ചാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കവർ ചെയ്യുന്നതാണ് ബെസ്റ്റ്. ഇതിപ്പോൾ കാപ്പിയുടെ സമയമാണ്. കാപ്പിയൊക്കെ മൂത്ത് നിൽക്കുന്ന സമയമാണ്, പറിക്കാനായിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് അടക്ക ചെടിയാണ്. അതുപോലെ ഇപ്പോൾ കാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ഗ്രീൻ ഉണ്ടാവും. ഇത് ഫുൾ ഗ്രീൻ ആയെങ്കിൽ ഇത് മൂത്തിട്ടില്ല. ഇതിന് കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതൊരു യെല്ലോ ഷെയ്ഡിലേക്ക് വരും. ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിറവ്യത്യാസം വരും. അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ റെഡ് കളറിലേക്ക് ഇത് മാറുന്നതാണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒരുപാട് നമുക്ക് കൃഷിയോട് നമുക്ക് ഇൻട്രസ്റ്റ് വരും. കാരണം ഇത് തെങ്ങാണ്. 5 ഇയേഴ്സിന് കായ്ക്കും. അതുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം നമ്മൾ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ്. ഇപ്പോൾ താൽക്കാലികം താമസിക്കാൻ ഇതുപോലെ നമ്മൾ ചെറിയ ഒരു വീട് ഇവിടെ പണിതിരിക്കുന്നു. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തെങ്ങിന് നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനിപ്പോൾ നമുക്ക് ദിവസം വന്ന് വെള്ളം ഒഴിക്കാൻ നമുക്ക് സാധിക്കാത്ത പക്ഷെ നമുക്ക് വളരെ ഈസിയായി ഇതുപോലെ ഈ ഡബ്ബി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഒരു പെപ്സിൻ്റെ ഏറ്റവും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോട്ടിലിലോട്ട് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ എന്താക്കുക, ഇതുപോലെ ഒരു കയറ്, നമ്മളെ ചൂടിക്കയറ് അല്ലെങ്കിൽ നമ്മൾ ബക്ക് എന്ന് പറയും, ഓരോ നാട്ടിലും ഓരോന്നാണ്. ഇത് ഞങ്ങൾ എന്താക്കുക, ഇതിലേക്കൊരു 3 കെട്ടെല്ലിട്ട് അടിയിലേക്ക് ഇങ്ങനെ വിടുക. അടിയിലേക്ക് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുക. നമ്മൾ പഴയ കാലത്ത് വിളക്ക് ഉപയോഗിക്കില്ലേ, മണ്ണെണ്ണ വലിക്കുന്ന അതേ മെത്തേഡിലാണ്. ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ട് ഇത് കണ്ട വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ട് ഉണ്ടാകും. അപ്പോൾ എനി ടൈം ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ നനവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്വയം ഐഡിയ ആണ്. നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ പല പ്രയോഗങ്ങളും ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഫെയിലറാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കി. ഇത് ഇങ്ങനെ ഹോൾസ് അടിച്ചിട്ടും ഇവിടെ ഹോൾസ് അടിച്ച് ഇങ്ങനെ വെക്കും. അതൊന്നും നടക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ കൊടുക്കുമ്പോൾ വെള്ളം വീഴുന്നില്ല. ഇപ്പോൾ വെള്ളം അതുപോലെ അതാണ് ഇപ്പം ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചെടികളുണ്ടാവും. അതുപോലെ നമ്മൾ മുളകിൻ്റെ എല്ലാം ചെടി ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ചെറിയ കച്ചറകളെല്ലാം ഇങ്ങനെ ഉണ്ടാകും. അത് നമ്മൾ ഈ വേനൽക്കാലം തുടങ്ങുന്നതുകൊണ്ട് അത് നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇതിനടിക്കുന്ന വെയിൽ ഈ ചെടിക്ക് ഒരു പ്രൊട്ടക്റ്റായിരിക്കും. ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രപ്പഴത്തിൻ്റെയാണ്. ഇത് നമ്മൾ ഈ ഇരിട്ടി ചെന്നപ്പോൾ അവിടെ 20 രൂപയ്ക്ക് ഒരു ചെറിയ ചെടി തന്നതാണ്. നമ്മളങ്ങനെ നട്ടതാണ്. സോ അതിൽ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ട, ഇതിലോട്ട് വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമുക്കൊരു 12 ഡേയ്സ്ക്ക് ഈ ബോട്ടിൽ ഫുൾ കാലിയാവും. ഇനി അധികം വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 ഡേയ്സ് 3 ഡേയ്സ്ക്ക് ഒരിക്കൽ വന്ന് നമ്മൾ വിസിറ്റ് ചെയ്തുകൊണ്ട് തോട്ടം എല്ലാം നമ്മൾ റൗണ്ട് അടിക്കും. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഇതിന് വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നൂല് 1 2 3 4 നൂല് ഇട്ട് കഴിഞ്ഞാൽ 4 ഭാഗത്തിലോട്ടും വെള്ളം വന്ന് ഈ വെള്ളം പെട്ടെന്ന് കാലിയാവും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വെക്കുക, നനവുണ്ടെങ്കിൽ വേണ്ട. അതേപോലെ നിങ്ങൾ ഒരു തോട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാപ്പി മാത്രമല്ല, ഫോക്കസ് കാപ്പി ആയിരിക്കണം. കാരണം വെച്ചാൽ നമുക്ക് വരുമാനമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കായ്ച്ചിരിക്കുന്ന അടക്കകളാണ്. അതെല്ലാം അടക്കകളുണ്ട്. പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ മരങ്ങളാണ്. ഇതൊരു 3 ഇയേഴ്സ് 4 ഇയേഴ്സ് ആയ മരങ്ങളാണ്. ഇതിനിപ്പോൾ നല്ല വിലയുണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ഇയേഴ്സ് ആകുമ്പോൾ നല്ല വില കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ ചെടികൾ ഡിസ്റ്റൻസ് വേണം. ഇപ്പോൾ കാപ്പി ചെടി വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഫീറ്റ് അകലം വേണം.
6 ഫീറ്റ് അകലം വേണം. അതിൻ്റെ സെൻറ്ററിലായിരിക്കണം ഈ അടക്ക നമ്മൾ വെക്കാൻ. അല്ലെങ്കിൽ ഞങ്ങൾ അതിന് ഡിസ്റ്റർബ് ആകുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ കിട്ടുകയില്ല. ഓക്കെ.